തെരച്ചിൽ നേരത്തെ ഊർജിതമാക്കിയിരുന്നെങ്കിൽ നേരത്തെ തന്നെ അർജുനന്റെ ഭൗതിക ശരീരം കണ്ടെത്താൻ കഴിയുമെന്നാണ് ഈ ആളുകൾ പറയുന്നത്. അങ്ങേയറ്റം സങ്കടകരമായ ഒരു സാഹചര്യം എന്ന് തന്നെ അവർ പറയുന്നു. ആദ്യ ദിനങ്ങളിൽ മൊബൈൽ ഫോണിൻ്റെ സിഗ്നൽ ലഭിക്കുന്നു, മറ്റ് സിഗ്നലുകൾ ലഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി ടെലിവിഷൻ സ്ക്രീനിലൊക്കെ മുമ്പിൽ ഇരുന്നവരാണ് തങ്ങളെന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ VVIPകൾക്ക് മാത്രം കാണാൻ കഴിയുന്ന തരത്തിലൊരു വിടവാങ്ങൽ, അത്തരമൊരു നീണ്ട നിരയാണിപ്പോൾ ഇവിടെ കാണുന്നത്. ആളുകൾ ക്ഷമാപൂർവ്വം കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം പൊതുദർശനം ആരംഭിക്കും എന്ന് അറിയിച്ചിരിക്കുന്നു. ഒരു നോക്ക് കാണാനായി കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് ആളുകളെയാണ് നമ്മൾക്ക് ഈ അർജുൻ്റെ വസതിക്ക് സമീപം കാണാൻ കഴിയുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കണ്ണാടിക്കൽ വീട്ടിലേക്ക് ആംബുലൻസ് അടുക്കുകയാണ്. നമ്മൾ മലയാളികൾ ഒന്നായി അനുഗമിക്കുന്നു ആംബുലൻസിനെ. അർജുൻ ഗംഗാവലി പുഴയിൽ മുങ്ങി താഴ്ന്നത് അത് പിന്നീടാണ് തിരിച്ചറിഞ്ഞതെങ്കിലും പിന്നീടൊരു ദൗത്യമായിരുന്നു. ദൗത്യം എന്ന് പറഞ്ഞാൽ അതൊരു മഹാദൗത്യം. ഇതുവരെയും കേരളം കണ്ടിട്ടില്ലാത്ത, ഒരുപക്ഷെ കർണാടകയ്ക്ക് പരിചിതം പോലുമല്ലാത്ത ഒരു ദൗത്യത്തിനാണ് പിന്നെ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഏതാണ്ട് 71 ദിവസം. ആ 71 ദിവസത്തിനൊടുവിൽ നമ്മൾ അർജുനെ വീണ്ടെടുക്കുന്നു. അതിൽ സഹജീവി സ്നേഹത്തിൻ്റെ, മനുഷ്യത്തിൻ്റെയൊക്കെ വലിയ ഉദാത്ത മാതൃകയാണ് നമ്മൾ പലപ്പോഴായി പല സമയങ്ങളിലായി കണ്ടത്. നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ അതിലൊരുപാട് പേരുകളുണ്ട്. അതിൽ കാർവാർ MLA, കോഴിക്കോടുള്ളൊരു അർജുന് വേണ്ടി കാർവാർ MLA എടുത്ത പ്രയത്നം, അല്ലെങ്കിൽ ഈശ്വർ മാൽപ്പെ എന്ന മുങ്ങൽ വിദഗ്ധൻ, അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ ചൂണ്ടിക്കാട്ടിയത് വലിയൊരു മാതൃകയാണ്. വലിയൊരു സ്നേഹത്തിൻ്റെ ഫലകമാണ് നമ്മൾ മലയാളികൾക്ക് മുന്നിലേക്ക് നീട്ടി നൽകിയത്. കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് ആംബുലൻസ് എത്തുകയാണ്. അവസാനമായി അർജുൻ ആ വീട്ടിലേക്ക് എത്തുന്നു. ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം അത് വളയമായി ഏറ്റെടുത്ത അർജുൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവസാന വരവിലാണ്. ഇനിയൊരു മടക്കമില്ല, അവിടെ നിന്ന് മറ്റൊരു യാത്രയില്ല അർജുനെ അവസാനമായി വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ മുഴുവൻ മലയാളികളും അർജുനൊപ്പമുണ്ട്. മുഴുവൻ കേരളവും ആ കുടുംബത്തിൻ്റെ സങ്കട പുഴയിൽ ഒപ്പം നീന്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഭവ്യ പാർവതി ആംബുലൻസിനൊപ്പമുണ്ട്. ഭവ്യ വീടിന് തൊട്ടടുത്തെത്തിയെന്ന് മനസ്സിലായി. എന്നാലും എത്ര ദൂരം കൂടി ഇനി വീട്ടിലേക്ക്, ആ വീട്ടുമുറ്റത്തേക്ക് അർജുന അവസാനമായി എത്താൻ എത്ര ദൂരം കൂടിയാണ് ഇനിയുള്ളത്? വഴിനീളെ ആളുകളെ കാണാം. തീർച്ചയായും എന്തോ അല്പസമയത്തിനകം ഇനി ഏകദേശം എത്തി എന്ന് തന്നെ നമുക്ക് പറയാം. അർജുന്റെ വീട്ടിലേക്ക്, അർജുന്റെ സ്വന്തം വീട്ടിലേക്ക്, അർജുന്റെ മണ്ണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വിലാപയാത്രയായി അർജുന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രം മതി അർജുന്റെ വീട്ടിലേക്ക് എത്താൻ. അത്രമാത്രം ജനസഞ്ചയമാണ് ഇവിടെ ഈ വിലാപയാത്രയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര സമയം വൈകിയത് എന്ന് പറയാം. കാരണം 8 മണിയോടുകൂടി അർജുന്റെ മൃതദേഹം വീട്ടിലെത്തിക്കുമെന്നായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്. പക്ഷേ ഇപ്പോൾ അത് ഏകദേശം 1 മണിക്കൂർ വൈകി 9 മണിയാകാൻ പോകുന്നു. അത്രമാത്രം തിരക്കാണ്. ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവനെ, തങ്ങളുടെ സഹോദരനെ, മകനെ അവസാനമായി കാണാൻ വേണ്ടി ഈ പ്രദേശത്ത് തടിച്ച് കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയക്രമങ്ങളെല്ലാം മാറുന്നു എന്ന് പറയാം. ഞാനും ഇപ്പോൾ ഈ ആംബുലൻസിനൊപ്പം നടന്ന് നീങ്ങുകയാണ്. നമ്മൾ കണ്ണാടിക്കൽ ജംഗ്ഷനിൽ നിന്ന് യഥാർത്ഥത്തിൽ അർജുന്റെ വീട്ടിലേക്ക് എത്താൻ ഒരു 5 നിമിഷം പോലും വേണ്ടാത്ത സാഹചര്യമാണ്. പക്ഷേ ഈ വലിയ ജനസഞ്ചയം 1 മണിക്കൂറോളമായി ഈ യാത്ര തുടർന്നിട്ട്, കാരണം അത്രമാത്രം ഈ നാട് മുഴുവൻ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അത്രമാത്രം പുറത്തു നിന്ന് പോലും ഒരു പക്ഷേ അർജുൻ ആരാണെന്നോ, അർജുൻ ഇതുവരെ അർജുൻ ഒരു മുഖപരിചയം പോലും ഇല്ല. ഇപ്പോൾ ഭവ്യ നിമിഷം ഇപ്പോൾ ഷാഫി പറമ്പിൽ ഇപ്പോൾ അനീഷ് കുമാറുമായി സംസാരിക്കുന്നു. ജീവിച്ച ഒരാളല്ല, പക്ഷെ ജീവിതം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തെ നോക്കി നാടിനോട് ചേർന്ന് നിന്ന് ജീവിച്ച ഒരാളല്ല. ചെറിയ കാലത്തുള്ള ജീവിതം, ഒരുപാട് കാലമല്ല, വളരെ ചെറിയ പ്രായം. ആ ചെറിയ പ്രായത്തിനുള്ള ജീവിതം, ഇങ്ങനൊരു ദുരന്തത്തിലെ മരണം. പക്ഷെ ആ ചെറിയ ജീവിതം കൊണ്ടും ഈ മരണം കൊണ്ടും ഈ നാടിനെ ഒന്നാകെ ഒരുമിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി, വലിയൊരു ഘടകമായിട്ട് അർജുൻ എന്ന പേരും ആ ജീവിതവും മാറി എന്നുള്ളതാണ്. അനേകായിരം ആളുകൾ ഇവിടെ വന്നിരിക്കുന്ന ആർക്കും ഇതുവരെ അദ്ദേഹത്തെ കണ്ട പരിചയമില്ല, ഇടപെട്ട പരിചയമില്ല. പക്ഷെ അവരെല്ലാവരും ആ പോയിന്റിലേക്ക് എത്താൻ, അർജുൻ എന്ന നാമത്തിലേക്ക് ഒരേ മനസ്സോടെ എത്തിച്ചേരുക. വല്ലാത്തൊരു സന്ദേശമാണ് ഒരു ജീവിതം കൊണ്ട് അയാൾക്ക് ഈ നാടിന് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്.
ഈ നിസ്വാർത്ഥമായ ഒരുപാട് ആളുകൾ, ഇപ്പം മനാഫ് മുതൽ ഈശ്വർ മാൽപ്പ അടക്കം ആഴങ്ങളിലൊക്കെ മുങ്ങുമ്പോഴും തൻ്റെ ജീവിതമൊന്നും അദ്ദേഹത്തിന് പ്രശ്നമായിരുന്നില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ ഒരു കണ്ണി ചേർക്കപ്പെട്ടു ഈ ഒരു നന്മയിൽ. അതും ഒരു വലിയ നമ്മൾ ഈ ഒരു മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉണ്ട് എന്നുള്ളത് പിന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാനിങ്ങോട്ട് വരുമ്പോൾ അവിടെ മുഴുവൻ കാണുന്നത് ആ കാർവാറിലെ MLA, കാർവാർ കേരളത്തിലെ ഒരു നിയോജകമണ്ഡലമല്ല, പക്ഷെ അവിടുത്തെ MLA കേരളത്തിൻ്റെയായി. ഈ സൈഡിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും അയാളോട് നന്ദി പറയാൻ, അവരുടെ ഒരു സഹോദരനെ അല്ലെങ്കിൽ ഒരു മകനെ തിരിച്ചു കിട്ടാൻ ഇങ്ങനെയെങ്കിലും, നേരത്തെ അവർ കുടുംബം പറഞ്ഞതുപോലെ മരിച്ചെന്ന് കരുതി വേദനിക്കാനെങ്കിലും കിട്ടിയല്ലോ എന്ന് കരുതുന്നത് പോലെ അത്രയും ആളുകൾ ആഗ്രഹിച്ച, കാത്തിരുന്ന, പ്രാർത്ഥിച്ച ഒരു കാര്യത്തിലേക്ക് 71 ദിവസം അവിടുത്തെ ഗവൺമെൻറ്റിനോടും നന്ദി പറയാതിരിക്കാൻ കഴിയില്ല. 71 ദിവസം നിർത്താതെ ആ തെരച്ചിൽ നടത്തി ഒടുവിൽ ആ ഒരു വാക്കിലെല്ലാം ഉണ്ട് കുടുംബം പറഞ്ഞ്, മരിച്ചു എന്ന് കരുതി വേദനിക്കാനെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയല്ലോ എന്നുള്ളത്. ഒരുപാട് നല്ല മനസ്സുകളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് കർണാടകയിലെ ജനങ്ങളോടും സർക്കാരിനോടും. പിന്നെ അതുപോലെ തന്നെ ആ MLA സതീഷ് ശൈൽ, നമ്മുടെ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, നമ്മുടെ മഞ്ചേശ്വരം MLA അഷ്റഫ്, നമ്മുടെ MP രാഘവേട്ടൻ തുടങ്ങിയ ഒരുപാട് ആളുകൾ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനൊക്കെ അതീതമായിട്ട് ഈ നാടിൻ്റെ പ്രാർത്ഥനയ്ക്കൊപ്പം നിലകൊണ്ടിട്ടുണ്ട്. തീർച്ചയായും അതാണ് പറയുന്നത്, ഒരു മാതൃക, ഒരു ഒന്നുമല്ലാത്ത അല്ലെങ്കിൽ ഒരു കേവലം സാധാരണക്കാരനായ ഒരു മനുഷ്യനെ യാത്രയക്കാനാണ് ഈ വലിയ ജനതതി എത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കൾ, എല്ലാ മുന്നണിയിലും പെട്ട ആളുകൾ എത്തിയിരിക്കുന്നത്. ആ ഒരു സന്ദേശം തന്നെയാണ് ഈ ഒരു സംഭവം നൽകുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ നമ്മോട് പറഞ്ഞത്. എന്തോ എന്തൊരു വലിയ മാതൃകയാണ് അവിടെ കണ്ടത് നോക്കുക. ഷാഫി പറഞ്ഞതുപോലെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമായി അർജുൻ മാറുന്നു. അർജുൻ എന്ന പേര് ഒരുപക്ഷെ നമുക്ക് പരിചിതമായിരുന്നില്ല. അർജുൻ ആരായിരുന്നു മലയാളികൾക്ക്? കോഴിക്കോടുള്ള കണ്ണാടിക്കലിലുള്ള ഒരു സാധാരണക്കാരൻ എങ്ങനെ ഈ മുഴുവൻ മലയാളികൾക്കും പ്രിയപ്പെട്ട അർജുനായി മാറി? അതൊരു ദുരന്തം കൊണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെ. അർജുൻ്റെ ജീവനെടുത്ത ദുരന്തമാണ് എങ്കിൽ പോലും മലയാളികൾ ഒന്നായി ആ കുടുംബത്തിനോട് ചേർന്ന് നിൽക്കുന്നു, അർജുനോട് ചേർന്ന് നിൽക്കുന്നു. അർജുൻ എന്ന ആ യുവാവിൻ്റെ വിയോഗത്തിൽ കണ്ണീരാഴ്ത്തുന്ന മലയാളികളെയാണ് നമ്മൾ ഇന്നവിടെ കോഴിക്കോട് കാണാൻ കഴിയുന്നത്. കോഴിക്കോട് എത്തിയിരിക്കുന്ന ജനസഞ്ചയത്തിനും അപ്പുറം എത്രയോ ലക്ഷങ്ങളാണ് ടെലിവിഷൻ സ്ക്രീനിലൂടെ